14-ാം റൗണ്ടിൽ 7,748 വോട്ടുകൾ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിന് മുമ്പിലാണ്. പത്മജ പോയി പണിയോട്ടെ. കരുണാന്റെ വീട്ടില് 3 കൊല്ലം ജോലി ചെയ്ത ആളാ ഞാൻ. കരുണാന്റെ വീട്ടില് മുഖ്യമന്ത്രി ആയിരിക്കുന്നപ്പോ 3 കൊല്ലം ജോലി ചെയ്ത ആളാ ഞാൻ. കോൺഗ്രസ് കുടുംബമാണ് അവര്. ഈ തെണ്ടിത്തരത്തിനുള്ള മറുപടിയാണ് ഇപ്പൊ കൊടുത്തത്. മനസ്സിലാവണ്ട? കരുണാകരന്റെ മക്കള് മുരളീധരൻ, പത്മജ ഈ തെണ്ടിത്തരം ചെയ്തതിന്റെ ബാക്കി പത്രമാണ് ഇപ്പൊ ഞങ്ങൾ കൊടുക്കാൻ പോണ കോൺഗ്രസ്സുകാര്. വന്നത് ഞങ്ങൾക്ക് ദോഷം, ഞങ്ങൾക്ക് പോയത് നന്നായി, അതാ ഞങ്ങൾ പറയുള്ളൂ. അവസാനം കുടുംബത്തിൽ പോയത് ഏറ്റവും നല്ലതാണ്. ഞങ്ങളെ പ്രതീക്ഷ 30,000 ഒട്ടും കുറയില്ല. തൃശ്ശൂരിലെ പിന്നോക്കം അടിച്ചത് ഈ പത്മജയ. ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. രാജൻ ജെ പല്ലൻ്റെ ഓരോ വോട്ടിൻ്റെ റേഷ്യോ കൂടിക്കൊണ്ടിരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ ലീഡ് നിലനിർത്തുന്നത് കൂടെ തന്നെ അവിടുത്തെ ഓരോ പ്രവർത്തകരും ആനന്ദത്തിലാണ്. ഈ ഓരോ നിമിഷത്തിലും ഇവർ ഇവിടെ വിളിച്ചു പറയുന്ന അനൗൺസ്മെൻറ്റിൽ കേൾക്കുമ്പോൾ വളരെ ആവേശത്തിലാണ് നിൽക്കുന്നത്. പ്രധാനമായിട്ടും പത്മജ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ തോൽവിയാണ് ഇവർ ആസ്വദിക്കുന്നത്. കാരണം കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് ചതിച്ച ഒരാളായിട്ടാണ് പത്മജയെ കാണുന്നത്. ഒരുമിച്ച് നിന്ന് ചതിക്കാന്നുള്ളല്ലേ പത്മജ ചെയ്തു. ഒരുമിച്ച് 5:30 മരിച്ചവര് പൂല പറഞ്ഞ പത്മജ പിറ്റേസം കാലത്ത് കാണുന്നത് BJP പോയിന്നാ. നാണം കെട്ട് തോലി കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ട് രാഷ്ട്രീയ ഭാവി ഉണ്ട് പത്മജയ്ക്ക്. CPI പോരോ? ഇനി അടുത്ത CPI ഉണ്ട്. CPI പോവാ. ആ പിന്നെന്താ എല്ലാ വേഷമാന BJP കോൺഗ്രസിന് ആപ്റ്റ് സ്ഥാനാർത്ഥിനെ കിട്ടി. അപ്പൊ ഞങ്ങൾ ജയിച്ചു. 3 പ്രാവശ്യം പത്മജ തോറ്റില്ലേ? കൊടുത്തില്ലേ? അത് കാരണം പത്മജ ആണെന്ന്